ഒന്നാമത്തെ കാര്യം നല്ല സ്വീകാര്യതയുള്ള യുവാക്കൾക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള ഒരു നടനായിരുന്നു ശ്രീ വിജയ്. അദ്ദേഹത്തിന്റെ കൂടെ അതുപോലെ തന്നെ ഒരു വലിയ ജൻസിയുടെ നിര തന്നെ കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വോട്ടിനെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. അത് അവരൊക്കെ എത്രമാത്രം രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. രാഷ്ട്രീയ ബോധ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യുവാക്കളുടെ ഒരു വലിയ പിന്തുണ വിജയിക്കുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. വിവേഷ്, ഈ മലയാളികളായ വോട്ടർമാർ കൂടുതലുള്ള ഒരു സ്ഥലമാണല്ലോ ഈ പെരമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഈ പ്രത്യേകിച്ച് അവിടെ ഈ കോച്ച് ഫാക്ടറി അടക്കമുണ്ട്. ഇവിടെയുള്ള ഒരു മലയാളി എന്ന നിലയിൽ അവിടെ ഉള്ള പ്രധാനപ്പെട്ട മലയാളികളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? വിജയെ അവർ സ്വീകരിക്കുമോ? അതിന് വലിയ സാധ്യത പൊതുവെ കാണുന്നില്ല. കാരണം അത്യാവശ്യം മലയാളികൾ പൊതുവെ രാഷ്ട്രീയപരമായിട്ട് നല്ല ബോധ്യമുള്ള ആളുകളാണ്. വിജയ് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വലിയ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തിയതായിട്ടല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ കാര്യത്തിൽ മലയാളി സമൂഹം അത്ര ഒരു പിന്തുണ പ്രത്യേകിച്ച് കൊടുക്കാനുള്ള ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രധാനമായിട്ടും ഈ കരൂർ ദുരന്തമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ മരണമൊക്കെ സംഭവിച്ചപ്പോൾ വിജയ് ചെന്നൈയിലേക്കൊക്കെ പറഞ്ഞതൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമോ? എന്നെ സംബന്ധിച്ച് അത് നന്നായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു വലിയൊരു നേതാവ് അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ വിജയ് അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു ചെറിയ രീതിയിൽ ഒരു നേതൃത്വത്തിൽ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പ് കുറയാൻ സാധ്യത തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഈ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ വിജയ് പോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ടോ? ഇപ്പൊ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വന്ന 1-2 ആളുകളുണ്ട്. പിന്നെ ഈ ഒരു അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആദവ് അർജുൻ, അങ്ങനെയുള്ള 2-3 പേരൊക്കെ അതിന് അത്ര സ്വാധീനമുള്ള ആളുകളുള്ളൂ. വിജയ് വിജയുടെ സിനിമയിൽ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ ആദർശമൊന്നും ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ കാണിച്ചതായി തോന്നുന്നില്ല. ഇദ്ദേഹത്തിന്റെ ജനങ്ങളുടെ യുവാക്കളുടെ പിന്തുണ തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നല്ലാതെ അത് എല്ലാ സ്ഥാനാർത്ഥികളിലേക്കും അതിന്റെ ഒരു ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് സ്വാധീന ശേഷിയുള്ള ആളുകൾ വിജയുടെ പാർട്ടിയിലേക്ക് ചേർന്ന് ഇതിൽ അണിനിരന്നിട്ടുണ്ടെന്നുള്ള സംശയമാണ്. ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം DMK ആണോ അല്ലെങ്കിൽ TVK ആണോ, ഇവരുടെ ആരോടാണ് കൂടുതൽ താല്പര്യമുള്ളത്? ആര് വന്നാലായിരിക്കും ഇവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്? അത് നിലവിൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്നുള്ളത് ഒരുപക്ഷെ അത് DMKയുടെ കാര്യത്തിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ ഉള്ള ഭരണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു ഭരണമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് DMKക്ക് അനുകൂലമാകാനാണ് മലയാളികളുടെ മനസ്സ് കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.